അസ്സലാമലൈക്കും. ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഉള്ളിവടമെന്ന് തുടങ്ങാം. ഇൻഷാ അല്ലാഹ് ഉള്ളിവടമെന്ന് തുടങ്ങാം. ഓക്കെ, പാമ്പര വെച്ചിട്ട് ചെറിയ ഉള്ളിവടമെന്ന് തുടങ്ങാം. ഉള്ളികളുടെ തിരക്കിലാട്ടോ, അതാണ് നമുക്ക് നോക്കി വെക്കാൻ പറയാൻ നന്നായില്ല. കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഒന്ന് പോയി 2 മണിയായി നേരം. അതിന് വൈകുന്നേരത്തൊക്കെ പകുതി ആകേണ്ടതാണ്. ചട്ടിപ്പത്തേ മറിച്ചിട്ടല്ലോ. അത് ഫ്രഷ് ഉള്ളിയുടെ റെഡി ആട്ടോ. വന്നോളൂ. അടുത്ത് പൊക്കോട കൊടുക്കാം. പാർസൽ പക്കോട ഈ പെട്ടിയിലാണ് കൊണ്ടുവരും കേട്ടോ. 2 കിലോനും 3 കിലോനും 1 കിലോനൊക്കെ ഉണ്ട്. പള്ളിയേക്കാണ്. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി പെട്ടിയാ വീടിന്ന് കൊടുക്കുന്നതാണ്. ഞാൻ പെട്ടിയിലാണ് കൊണ്ടുപോകും കേട്ടോ. സമൂസയുടെ എല്ലാമാണ്. ഈ പക്കോട കുറച്ച് ഇടാണ്ട്, കുറച്ച് ഇട്ടുള്ളൂ. ഇടാണ്ട് കുറച്ച് ഇട്ടാണ്. എന്നാൽ ചൂടൊക്കെ മാതിരി കിട്ടാൻ വേണ്ടി. സമൂസ തണുപ്പത് എല്ലാം മാക്കാൻ നല്ല ചൂട് കിട്ടും. ഇങ്ങനത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. മഴക്കാറും ചൂടൊക്കെ പാടും. ഇന്നലെ വലിയ കുഴപ്പമില്ല. മനസ്സിലെ ചൂടുണ്ട്. രാത്രി മഴ അറിയില്ല. പള്ളിയേക്കുള്ള ഓർഡർ ഉണ്ട്. ഒക്കെ കുറച്ച് ഞാൻ പോയിക്കാണ്. ഇന്ന് ഓർഡറുണ്ട്. ഓർഡർ അത് അവിടെ എത്തുമ്പോൾ തണുക്കുകയാണ്. അപ്പോൾ കുറച്ച് വൈകി പൊരിക്കണം. അതുകൊണ്ടാണ് ഇടയിലധികം പൊരിക്കുക. നമുക്ക് വറക്കാൻ ടൈം ആകുമ്പോൾ ഞാൻ സമയത്ത് ഇട്ട് കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ശരിക്കും 6 മണിക്കാണ് ഉണ്ട്. 6 മണിക്ക് ഇട്ടാൽ നല്ല ചൂടുണ്ടാവും കഴിക്കുന്ന സമയത്ത്. ചട്ടിപ്പത്തിരി ഉണ്ട്. ചട്ടിപ്പത്തിരി പറയണേ. അപ്പോൾ ചട്ടിപ്പത്തിരി പൊക്കോടെ കുറച്ചുകൂടി ഇടാൻ നേരം പാകം കൊടുത്ത് ചെന്ന് നേരം പോകും നിൽക്കുവാറും. ചട്ടിപ്പത്തിരി റെഡി കേട്ടോ. വണ്ടി പള്ളി പോയിട്ട് തറാവി കഴിഞ്ഞിട്ട് വരട്ടോ. എന്നിട്ട് നമുക്ക് പഴയ പരിപാടി ഉണ്ട്. ഏത് പരിപാടിയാണല്ലേ? ഉള്ളിവട്ട. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ വീട് എടുക്കും. കാരണം എന്താ, നോമ്പ് നോക്കാം നമ്മളവിടെ പള്ളിയിൽ പോയി വന്ന് അപ്പോൾ ഇനി വീണ്ടും ചായ കുടിച്ച് നമ്മൾ സ്ഥലക്ക് പോവാണ്. അപ്പോൾ തറാവിക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.